അടുത്ത വേനൽ ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴ പെയ്തിരിക്കുകയാണ്. എറണാകുളം, കോട്ടയം, വയനാട് ജില്ലകളിലാണ് വേനൽ മഴ ലഭിച്ചത്. കൊച്ചി ചക്കരപ്പറമ്പിലും രവിപുരത്തും ആലുവയിലും ശക്തമായ കാറ്റിൽ മരം ഒടിഞ്ഞു വീണു. വയനാട് മീനങ്ങാടിയിൽ മഴയ്ക്കൊപ്പം ആലിപ്പഴ വർഷവും ഉണ്ടായി. ആദ്യം കൊച്ചിയിലേക്ക് പോകാം. ലാൽ കൃഷ്ണ ചേരുന്നുണ്ട്. ലാൽ, കടുത്ത ചൂട് നമ്മൾ ഉച്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരെ അത്യുഷ്ണത്തെ പറ്റിയും ചൂട് കൂടുന്നതിനെയൊക്കെ പറ്റി പറഞ്ഞിരുന്നു. ഇപ്പോൾ മഴ പെയ്തിരിക്കുകയാണ്. എന്നാൽ ചിലയിടത്ത് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും മഴ ഒരു പരിധി വരെ ആശ്വാസമായിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണ തോതിൽ ആശ്വാസം എന്ന് പറയാൻ കഴിയില്ല. കാരണം പലയിടങ്ങളിലും വ്യാപകമായി നാശനഷ്ടം ഉണ്ടാക്കിയിട്ട് അത് മഴയുണ്ടാക്കിയതല്ല, മഴയുടെ ഒപ്പം വന്ന കാറ്റ് ഉണ്ടാക്കിയതാണ് എന്ന് തന്നെ പറയണം. ശക്തമായ കാറ്റായിരുന്നു. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലും അതോടൊപ്പം നഗരമധ്യത്തിലും പടിഞ്ഞാറൻ മേഖലയിലുമെല്ലാം ഈ കാറ്റുണ്ട്. ഇപ്പോഴും പള്ളുരുത്തി മേഖലയിൽ കാറ്റിനെ തുടർന്നൊരു ലൈൻ കമ്പിയുടെ മുകളിലേക്കാണ് തെങ്ങ് ഒടിഞ്ഞു വീണത്. എന്തായാലും അതിൽ കുടുങ്ങി കിടന്നുകൊണ്ട് യാത്രക്കാർക്കാർക്കും പരിക്ക് പറ്റിയില്ല. പക്ഷേ ആ മേഖലയിൽ വ്യാപകമായി പവർ കട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ മരം പൂർണ്ണമായും നീക്കാൻ സാധിച്ചിട്ടില്ല. അഗ്നിരക്ഷാസേന അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അത് പൂർത്തിയായാൽ മാത്രമേ ആ മേഖലയിൽ ഇനി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ആലുവ ഭാഗത്തേക്ക് പോയ മില്ലുംപടി ഭാഗത്തൊരു വീടിൻ്റെ റൂഫിൽ നിന്ന് ഷീറ്റ് അതേപടി തന്നെ ഇളകി പറന്നു പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആർക്കും അതിൻ്റെ അപകടമൊന്നും പറ്റിയിട്ടില്ല. മാത്രമല്ല ചുവര ഭാഗത്ത് ശക്തമായ മഴയെ തുടർന്ന് മരത്തിൻ്റെ ശിഖരം ഒടിഞ്ഞു വീണ് വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾ പോകുന്നതിനിടയിലേക്കാണ് പതിച്ചത്. പക്ഷെ അവിടെയും ആർക്കും അപകടമൊന്നും പറ്റിയില്ല. കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയുടെ മുകളിൽ നിന്ന ഷീറ്റ് ശക്തമായ കാറ്റിനെ തുടർന്ന് പറന്ന് നേരെ ഇറങ്ങിയത് പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഈ വലിയ ഇടിവെട്ടലും മറ്റു കാര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ആളുകളെല്ലാം ഹോസ്പിറ്റലിനകത്തേക്ക് കയറിയിരുന്നതുകൊണ്ട് ആളുകൾക്ക് അപകടമൊന്നും പറ്റാത്ത രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ശ്രീമൂലനഗരം, മലയാറ്റൂർ അടക്കമുള്ള മേഖലകളിൽ വ്യാപകമായിട്ടുള്ള കൃഷിനാശം അതോടൊപ്പം മരത്തിൻ്റെ ശിഖരങ്ങൾ ഒടിഞ്ഞ് വീണിട്ടുണ്ട്. നഗരമധ്യത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ ചക്രപ്പറമ്പ് അടക്കമുള്ള ഭാഗങ്ങളിൽ മരത്തിൻ്റെ ശിഖരം ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സങ്ങൾ ഏറെ നേരമുണ്ടായിരുന്നു. നമ്മുടെ ഓഫീസിലിരിക്കുന്ന വയറ്റിൽ അടക്കമുള്ള മേഖലകളിലും ശക്തമായ കാറ്റാണ് അടിച്ചത്. ഒരുപക്ഷെ ഓഫീസിന് മുന്നിൽ നിന്നൊരു വാഗമരമുണ്ട്, അത് തകർന്ന് താഴേക്ക് വീഴുമോ എന്നുള്ള ഭയവും നമുക്കുണ്ടായിരുന്നു. ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോഴും ആളപായമൊന്നും ഉണ്ടായിട്ടിരുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ശക്തമായ കാറ്റിനെ തുടർന്ന് പല മേഖലകളിലും നേരിയ തോതിലാണെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്, വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഇപ്പോഴും തുടരുകയാണ്. അനൂപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.